ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു CS റാങ്ക് ബേസിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ G8 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഓടാം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ചാടി കളിക്കാൻ. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. നമ്മൾ ഓടിപ്പോകാം. സ്പീഡ് എന്താ കുറഞ്ഞ് കിടക്കുന്നത്, എനിക്കറിയാൻ വയ്യ. സ്പീഡ് കുറഞ്ഞ് കിടക്കുക. എനിമി ഇവിടെ അങ്ങനെ ഉണ്ടോ? നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഇവിടെ നിന്നതാണ്, നിന്നെടുത്ത് എന്നിട്ട് ഈ വീട്ടിൻ്റെ അടുത്തൂടെ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയറുകയാണ്. സ്റ്റെപ്പൊക്കെ കയറിയിട്ട് നൈസിന് സ്റ്റെപ്പൊക്കെ കയറി, പിന്നെ സ്റ്റെപ്പ് കയറി, പിന്നെ ജനലിൽ കൂടെ ഇറങ്ങി. ഫ്രണ്ട്സ്, ജനലിൽ കൂടെ നമ്മളങ്ങനെ ചാടിക്കൊടുത്തു. അപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് വരുത്തേക്കും എനിമിയുടെ ഇതുണ്ടായിരുന്നു. ഞാൻ നേരെ അവന്മാരെ അടുത്തോട്ട് ഓടിപ്പോവാണ്. G8 അത്രയ്ക്ക് നല്ല ഗണ്ണൊന്നുമില്ല. നോക്കിയപ്പോൾ ഇത് എൻ്റെ ടീംമേറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഒരുത്തൻ്റെ റെഡ് സിമ്പിൾ കണ്ടപ്പോൾ നമ്മൾ അപ്പം തന്നെ അടിക്ക് 19 എടുത്ത്. അപ്പോൾ എനിക്ക് പിറകിൽ നിന്ന് പിറകിൽ നിന്ന് ആരാണെന്നോ അടിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഒറ്റയടിക്ക് നമ്മളിപ്പോൾ ആരാണെന്നോ അടിച്ചിട്ടത്. അപ്പം നമ്മളടിച്ചിട്ടവനെ നമ്മളെ ടീംമേറ്റ്സുകൾ അടിച്ച് വീഴ്ത്തി വ്യക്തി അടിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത കളി എന്തായാലും ഞാൻ 2-3 കില്ല് എടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അടുത്ത കളിയിൽ എന്തായാലും എൻ്റെ പേര് കാണിക്കണം. അപ്പോൾ നമ്മൾ ഡെസേർട്ടുകൾ എടുത്തിട്ടുണ്ട്. അത് മാത്രം മതി നമുക്ക് അടിച്ച് വീഴ്ത്താൻ വേണ്ടി. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ നെറ്റ് പോകുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നെറ്റ് പോയില്ല, എന്തോ ഒരു ഭാഗ്യത്തിന് നെറ്റ് പോയില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഓടി ഇവിടുത്തെ മണ്ടയിൽ നിന്ന് എൻ്റെ മണ്ടയിൽ നിന്ന് ഓടുന്നു. എന്താണോന്ന് എനിക്കില്ല, കട്ടാന ഇല്ല, വാള് കിട്ടാത്തതെന്ന് എനിക്കറിയാൻ വയ്യ. കൂട്ടുകാരെ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണേ. കട്ടാന എനിക്കിപ്പോൾ കിട്ടുന്നില്ല, നേരത്തെ കിട്ടുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ കയറി ഇരിക്കുകയാണ്. ഇപ്പോൾ ടീംമേറ്റ്സ് എല്ലാം കൂടെ എന്നെ പിറകെ വന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ഒറ്റ ചാട്ടം ചാടുവാണ്. എൻ്റെ മോനെ വിഷയമായിട്ട് നമ്മൾ ചാടിക്കൊടുത്തു. പിന്നെ വീട്ടിനകത്തോട്ട് കയറാൻ പോവാണ്. ഞാൻ മണ്ടനാണെന്ന് ഞാൻ തന്നെ വിചാരിച്ചു പോയി. ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ടീംമേറ്റ് ഒരുത്തന്നെ അടിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് എനിക്കിനി ഒരുത്തന്നെ കൂടെ അടിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ ഒരു പ്ലെയർ ഉണ്ടെന്ന് എനിക്കിവിടെ മനസ്സിലായി. അപ്പോൾ നോക്കിയപ്പോൾ സോണിൻ്റെ ഞാൻ അപ്പോൾ ഇത് കണ്ട് എയർ ഡ്രോപ്പ് കണ്ടപ്പോൾ എയർ ഡ്രോപ്പിൻ്റെ മണ്ടയിലോട്ട് ചാടി ഇറങ്ങിയപ്പോൾ ഒരു ഗ്ലൂ വാളും ഇല്ല ഫ്രീസിനൊക്കെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു എനിമി അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ്റെ നെറ്റ് എങ്ങാണ്ട് പോയി ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരടിക്ക് തന്നെ അവനെ നമ്മൾ നോക്കടിച്ചിട്ടുണ്ട്. പിന്നെ കില്ലങ്ങ് കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ഡൂം അങ്ങോട്ട് എടുത്ത് ഓടിപ്പോയപ്പോൾ അടുത്ത പ്ലെയർ തോണ്ടായിരുന്നു. ഒറ്റയടിക്ക് വണ്ടാപ്പം കൊടുക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ പറ്റിയില്ല. 2 അടി അടിച്ചപ്പം ഒരു കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ എൻ്റെ പേരിലാണ് ഇപ്പം 2 കില്ല് എടുത്തേക്കുന്നത്. എന്തായാലും ഈ കളിയിൽ എന്തായാലും നെറ്റ് പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. നെറ്റ് പോകുമായിരിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. നമ്മളെ M10 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ എന്തുവായിരുന്നു പേര്, AUG മറ്റേ ഗൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഡെസേർട്ടുകളും എടുത്തിട്ടുണ്ട്. M10 വെച്ചിട്ട് എന്തൊക്കെയൊക്കെ കാണിക്കാതെ വിചാരിച്ചിരുന്നപ്പോൾ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് നെറ്റ് പോയതാണ്. ഇപ്പം നെറ്റ് വന്നിട്ടുണ്ട്. നെറ്റ് പോയെന്ന് വിചാരിച്ച് ഇപ്പം എൻ്റെ ഉമ്മ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയതാണ്. ഫോൺ ഇവിടെ വെച്ചിട്ട് പോയതുകൊണ്ട് കളി ഞാൻ കുറച്ചേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോഴത്തേക്കും പ്ലെയേഴ്സ് വന്നപ്പോൾ എന്നെ അടിച്ചിടും. ഞാൻ ഫ്രീസ് ആയതുകൊണ്ട് നിൽക്കുവാണ് ഇവിടെ. ഇപ്പോൾ എനിമീസ് വരുന്നതൊക്കെ ഞാൻ കാണുന്നില്ല. ഞാൻ വന്ന് കയറിയപ്പോൾ കണ്ട അവന്മാർ വരുന്നു. ഇപ്പം ഞാൻ വന്ന് കയറിയതേ ഉള്ളൂ. ഇപ്പോൾ എത്തും എനിമീസ്. അട്ടി കൊള്ളപ്പോൾ എഴുതിയിട്ട് എല്ലാണോ കൂടെ എന്നെ അടിച്ച് ഇപ്പോൾ തിരിച്ചു വിടും. അപ്പോൾ അടിച്ച് തിരിച്ച് എന്നെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. എന്തായാലും കളി എടുക്കണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഒരുത്തന്നെ കൂടെ പൊക്കി വിട്ടിട്ടുണ്ട്. എൻ്റെ മോനെ നല്ല കളിയാണ് ഇവന്മാർ കളിക്കുന്നത്. ഇത്രയും പ്രോ പ്ലെയറായിട്ട് എനിക്ക് കളിക്കാൻ പറ്റിയില്ല. ഒറ്റടി അടിക്കടാന്ന് പറഞ്ഞു ഒറ്റടിക്ക് അവൻ ഹെഡും കൊടുത്തു. എന്തായാലും എന്തോ പറ്റി. ഇനി ഒറ്റൊരു പ്ലെയർ കൊണ്ടുണ്ട്. ഒരുത്തൻ നോക്കായിട്ട് അവിടെ കിടപ്പുണ്ട്. എന്നെ അടിച്ചൊരു പ്ലെയറാണ് ഇപ്പോൾ ജീവനോടുള്ളത്.
അവനെ അടിക്കുമെന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. ഇതേത് ക്യാരക്ടറാണെന്ന് എനിക്കറിഞ്ഞൂടാ. ആ അപ്പോൾ എന്തായാലും വിക്ടറി അടിച്ച്. എന്തായാലും ഈ അടുത്ത കളി എന്തായാലും ഞാൻ ഒരാളടുത്ത് ബെറ്റൊക്കെ വെച്ചാണ് ഞാൻ ഈ കളി മൊത്തം വണ്ടാപ്പൊക്കെ അടിക്കുമെന്ന്. അപ്പോഴത്തേക്ക് നമ്മളൊരു ഡെസേർട്ടിങ്ങൾ അങ്ങോട്ട് എടുത്ത്, പിന്നെ AUG ഒരെണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു M10 എടുത്തിട്ടുണ്ട്. M10 എൻ്റെ അല്ല, എൻ്റെ കൂട്ടുകാരൻ ഇങ്ങോട്ട് ഇട്ട് തന്നെയാണ്. അപ്പോൾ M10 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗണ്ണാണെന്ന് എനിക്കറിയാം. പക്ഷെ M10 വെച്ച് പോലും പിടിക്കാൻ പറ്റില്ല. അതിന് മുമ്പ് പടവായില്ല. ഞാൻ ചുമ്മാ പറഞ്ഞാണ് ഫ്രണ്ട്സ്, പടമൊന്നും ആവത്തില്ല. എനിക്ക് തോന്നുന്നു ഇവന്മാർ വല്ല ഹാക്കേഴ്സും ആണ്. ഇനി എവിടെ നിന്നാണ് പ്ലെയേഴ്സ് വരുന്നത്, എവിടെ നിന്നൊക്കെ അടി കൊള്ളുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനപ്പം ഈ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ എവിടെ നിന്നൊക്കെ അടി കൊള്ളുന്നു എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ അകത്തോട്ട് കയറാൻ നോക്കിയൊന്നും പറ്റിയില്ല. ഞാൻ തന്നെ ഓടി, എനിക്ക് അടി കൊള്ളുന്നത് എനിക്ക് പേടിയാവും. ഞാൻ ഇപ്പോൾ ചാകുന്നതിന് മനസ്സിലായി. ഓടി ആ വീട്ടിൻ്റെ റൂമിലോട്ട് കയറി പോവാണ്. എന്തോ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ മെഡിക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കറ്റ് എളുപ്പം അടിക്കാൻ വേണ്ടി ഞാൻ കുനിഞ്ഞിരുന്നൊന്നുമില്ല. അപ്പോഴേക്ക് സോൺ കയറിങ്ങി വന്നു. ഇപ്പം ഞാൻ ചാവുമെന്ന് എനിക്ക് മനസ്സിലായി. ചത്ത് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പം ചത്ത്. ഇനി ഒറ്റൊരു പ്ലെയറും കൂടെ ഉള്ളു. അവനത് കിണ്ണം കഴിച്ച പ്ലെയറാണെന്ന് അറിയാം. കുത്തിപ്പിടിച്ച് മാനം കാണിക്കുക, അത്രയും പവറുള്ള പ്ലെയറാണ്. കുത്തിപ്പിടിയെന്ന് വെച്ചാൽ കുത്തിപ്പിടിയുടെ ആശാനാണ്. നിനക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ട എവിടെ നിന്നൊക്കെയാണ് കുത്തിപ്പിടി. അപ്പോൾ അവനൊരു കില്ലെടുത്ത് നമ്മളിപ്പോൾ ബൂയ അടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ ഓൾ ഫ്രണ്ട്സ്.